നിങ്ങൾക്കറിയാമോ ലോകം ഇന്ന് എത്രത്തോളം ഭീകരമായ ഒരു സാമ്പത്തിക യുദ്ധത്തിലാണ് എന്ന്? കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ആകാശത്ത് മിസൈലുകളായിട്ട് കത്തിച്ചു കളഞ്ഞ പണമുണ്ടെങ്കിൽ ലോകത്തിലെ ക്യാൻസർ റിസർച്ചിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടിയുള്ള ഒരു വർഷത്തെ മുഴുവൻ ചെലവും നമുക്ക് വഹിക്കാമായിരുന്നു. അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ ഇറാൻ യുദ്ധത്തിനായി മാത്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് $200 ബില്യൺ ആണ്. അതായത് ഏകദേശം 16 ലക്ഷം കോടി രൂപ. വെറും 7 ദിവസം ആകാശത്ത് വെടിമരുന്നായി അമേരിക്ക കത്തിച്ചു കളഞ്ഞത് $11.3 ബില്യൺ ആണ്. പെന്റഗണിന്റെ ഈ പുതിയ റിക്വസ്റ്റിന് പിന്നിലെ രഹസ്യങ്ങളും വൻ ശക്തികളെ പോലും സാമ്പത്തികമായി തളർത്തുന്ന ഈ ഡ്രോൺ മിസൈൽ യുദ്ധത്തിന്റെ ഭീകരമായ കണക്കുകളിലേക്കും നമുക്കൊന്ന് കടക്കാം. അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ ഇറാൻ സംഘർഷത്തിനായി മാത്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് $200 ബില്യൺ എമർജൻസി ഫണ്ടാണ്. അതായത് ഏകദേശം 16 ലക്ഷം കോടിയിലധികം രൂപ വരും. ഈ തുകയുടെ ഭീകരത മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം ഓർത്താൽ മതി. ഇത് ഇറാന്റെ ആകെ GDPയുടെ പകുതിയിലധികം വരും. ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ മാത്രം പെന്റഗൺ അമേരിക്കൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടതാണ് ഈ ഒരു $200 ബില്യൺ എമർജൻസി ഫണ്ട്. ഈ ഒരു തുക കേൾക്കുമ്പോൾ നമുക്ക് വെറും അക്കങ്ങളായി തോന്നും. എന്നാൽ ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുന്ന ഒന്നാണ്. എന്താണ് ഈ $200 ബില്യൺ ഒളിഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇത്രയും പണം പെട്ടെന്ന് വേണ്ടി വരുന്നത്? നമുക്ക് ആഴത്തിലൊന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ ഒരാഴ്ചത്തെ കണക്കുകളൊന്ന് നോക്കാം. ശരിക്കും ഈ കണക്കുകൾ ആരെയും അമ്പരപ്പിക്കും. ഇറാനെതിരെയുള്ള ആദ്യ ഒരാഴ്ചത്തെ ആക്രമണത്തിന് മാത്രം അമേരിക്ക ചിലവാക്കിയത് $11.3 ബില്യൺ ആണ്. ഈ ഒരു തുക എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് മറ്റു ചില US ഏജൻസികളുടെ വാർഷിക ബജറ്റ് ഒന്ന് നോക്കാം. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി EPA $8.8 ബില്യൺ. ഇനി സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ CDC $9.2 ബില്യൺ. അടുത്തത് നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് $7.4 ബില്യൺ. ആലോചിച്ച് നോക്കൂ, ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ക്യാൻസർ രോഗത്തിനുള്ള ഗവേഷണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഒരു വർഷം അമേരിക്ക മാറ്റിവെക്കുന്നതിനേക്കാൾ വലിയ തുകയാണ് വെറും 7 ദിവസം കൊണ്ട് യുദ്ധഭൂമിയിൽ പൊട്ടിത്തെറിച്ചു തീരുന്നത്. ഇതാണ് യുദ്ധത്തിന്റെ യഥാർത്ഥ ഭീകരത. ഇനി എന്തിനാണ് പെന്റഗൺ ഇപ്പോൾ ഇത്രയും വലിയൊരു തുക ചോദിക്കുന്നത്? ഇതിനുള്ളിൽ പ്രധാനമായും 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, റിപ്ലനിഷിംഗ് മിസൈൽസ്, അതായത് ആയുധ ശേഖരം വീണ്ടും നിറയ്ക്കുക. ഇറാന്റെ ആയിരക്കണക്കിന് വില കുറഞ്ഞ ഡ്രോണുകളെ വെടിവെച്ചിടാൻ അമേരിക്ക ഉപയോഗിക്കുന്നത് കോടികൾ വിലയുള്ള മിസൈലുകളാണ്. ഇതിനകം തന്നെ അമേരിക്കയുടെ മിസൈൽ ശേഖരം പകുതിയായി കുറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും നിറയ്ക്കാൻ മാത്രം ബില്യൺ കണക്കിന് ഡോളർ വേണം. അടുത്തത് റീജിയണൽ ലോജിസ്റ്റിക്സ് ആണ്. മിഡിൽ ഈസ്റ്റിലെ സൈനിക താവളങ്ങളുടെ സംരക്ഷണം, കൂടുതൽ ആയുധ കപ്പലുകളുടെ വിന്യാസം, സൈനികരുടെ ഭക്ഷണം, ഇന്ധനം എന്നിവയ്ക്കായി വൻ തുക മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്തത് അഡ്വാൻസ്ഡ് ഡ്രോൺ ഡിഫൻസ്. പഴയ മിസൈലുകൾ കൊണ്ട് ഡ്രോണുകളെ നേരിടുന്നത് ലാഭകരമല്ല എന്ന് പെന്റഗൺ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിനാൽ പുതിയ ലേസർ സാങ്കേതിക വിദ്യയും ആന്റി ഡ്രോൺ ഇലക്ട്രോണിക് സംവിധാനങ്ങളും വികസിപ്പിക്കാൻ ഈ ബജറ്റിൽ വലിയൊരു തുക നീക്കിവച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇനി ഏറ്റവും വലിയൊരു വെല്ലുവിളി വരുന്നത്. നേരത്തെ പറഞ്ഞ കോസ്റ്റ് എസിമെട്രി. ഇറാന്റെ ഒരു ഡ്രോൺ നിർമ്മിക്കാൻ ചിലവാകുന്നത് വെറും $20,000 ഒക്കെയാണ്. എന്നാൽ ഈ ഒരു ചെറിയ ഡ്രോണിനെ വെടിവെച്ചിടാൻ അമേരിക്ക ഉപയോഗിക്കുന്ന ഒരു പാട്രിയറ്റ് മിസൈലിന് കുറഞ്ഞത് $2 മില്യൺ മുതൽ $4 മില്യൺ വരെ വിലയുണ്ട്. അതായത് ഏകദേശം 32 കോടി രൂപ വരെ. അതായത് 16 ലക്ഷം രൂപയുടെ ഒരു ഡ്രോണിനെ തകർക്കാൻ 32 കോടി രൂപയുടെ മിസൈൽ വിടുക. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക കെണിയാണ്. ഈ $200 ബില്യൺ ആവശ്യം സൂചിപ്പിക്കുന്നത് ഈ യുദ്ധം ഇനിയും നീണ്ടു നിൽക്കുമെന്നും ലോക സമ്പദ് വ്യവസ്ഥയെ ഇത് വല്ലാതെ ബാധിക്കുമെന്നുമാണ്. ഈ ഒരു തന്ത്രം ഉപയോഗിച്ച് അമേരിക്കയെ സാമ്പത്തികമായി തളർത്തുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം സാഹചര്യം വളരെ ഗുരുതരമാണ്. ഈ ഭീമമായ തുക അനുവദിക്കുന്ന കാര്യത്തിൽ അമേരിക്കൻ കോൺഗ്രസിൽ തന്നെ വലിയ തർക്കം നടക്കുകയാണ്. പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും നൽകുന്നതിനേക്കാൾ വലിയ തുക യുദ്ധത്തിന് നൽകുന്നതിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. അടുത്തതായിട്ട് യുദ്ധം നീണ്ടുപോകുന്നത് ആഗോള എണ്ണവില വർദ്ധിപ്പിക്കുകയും ലോകമെമ്പാടും ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് വലിയ വായുസേന ഇല്ലാത്ത രാജ്യങ്ങൾ പോലും ഡ്രോണുകൾ ഉപയോഗിച്ച് ലോകശക്തികളെ മുട്ടുകുത്തിക്കുന്നു. യുദ്ധഭൂമി കൂടുതൽ സങ്കീർണമാക്കുന്നു. പെന്റഗണിന്റെ ഈ പുതിയ റിക്വസ്റ്റ് വെറും ഒരു കണക്കല്ല, അതൊരു വരാനിരിക്കുന്ന വലിയ വിപത്തിന്റെ സൂചനയാണ്. യുദ്ധവിമാനങ്ങളുടെയും മിസൈലുകളുടെയും പ്രതാപം മങ്ങുന്നില്ല എങ്കിലും കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഡ്രോണുകൾ ഇന്ന് വൻ ശക്തികളുടെ ഖജനാവ് കാലിയാക്കുകയാണ്. യുദ്ധം ഇനി വെറും ഒരു കായിക ബലത്തിന്റെ പരീക്ഷണമല്ല, അതൊരു സ്കെയിൽ ആൻഡ് കോസ്റ്റ് യുദ്ധമാണ്. ആരുടെ പക്കൽ കൂടുതൽ എണ്ണം ഡ്രോണുകളുണ്ടോ, ആരാണോ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആക്രമണം നടത്തുന്നത്, അവരായിരിക്കും നാളത്തെ വിജയികൾ. ഈ മാറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്ത സൈന്യങ്ങൾ ഭാവിയിൽ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ യുദ്ധം നൽകുന്നത്. ഈ കണക്കുകൾ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. രോഗങ്ങൾ തടയാനും പരിസ്ഥിതിയെ രക്ഷിക്കാനും ഉപയോഗിക്കേണ്ട കോടിക്കണക്കിന് ഡോളറുകൾ ഇന്ന് മിസൈലുകളായി ആകാശത്ത് വെടിമരുന്നായി മാറുന്നു. യുദ്ധത്തിന് മാനുഷികമായ മുഖമില്ല എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.